തേങ്ങാപ്പാലും പറഞ്ഞിട്ടേ നല്ല കേരമീനോടൊരു കറിയാണ് വെച്ച് നോക്കിയാലോ നമുക്ക്. പിന്നെ എൻ്റെ ചങ്ങായിമാരെ ഇത് മുഴുവനായിട്ട് കണ്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സിമ്പിളായിട്ട് ഈ മീൻകറി വെക്കാനുള്ള ഐഡിയ ഞാൻ നിങ്ങൾക്കാണ് പറഞ്ഞുതരാം. നേരെ കേട്ടോളിട്ടാ. വലിയൊരു വെളുത്തുള്ളി വന്ന് പറിച്ചെടുത്താൽ 4 അല്ലി വെളുത്തുള്ളി, നല്ല എരിവുള്ളൊരു മുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തോളിട്ടാ. നല്ല ചോന്ന കളർ നോക്കി പെറുക്കിയെടുത്ത് 9 ചെറിയുള്ളി, ഫ്രിഡ്ജ് തുറന്നപ്പോൾ കിട്ടിയ ആകെയുള്ളൊരു തക്കാളി, ഉള്ളിക്കൊട്ടി കൈയിട്ടപ്പോൾ കിട്ടിയ ആകെയുള്ളൊരു വലിയ ഉള്ളി. പിന്നെ നിങ്ങൾക്ക് ടേസ്റ്റ് ഇത്തിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലും പാടെ ചേർത്തിക്കോളിട്ടാ. ഞാനിപ്പോൾ ഇതിന് വേണ്ടി എടുത്ത സാധനങ്ങളൊക്കെ എനിക്ക് വയ്ക്കണമാതിരി മുറിച്ച് എടുത്തിട്ടുണ്ട്. നിങ്ങളെ സ്റ്റൈലിൽ നിങ്ങൾക്ക് വയ്ക്കണമാതിരി നിങ്ങൾ മുറിച്ചെടുത്തോളയും. അതിപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം, കാരണം എല്ലാതും എണ്ണയിലിടാളല്ലേ. ഒരു വലിയ തേങ്ങ നോക്കി പൊട്ടിച്ചിട്ടേ 2 കഷ്ണം ഫുള്ളായി ചിരകിയെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക, നമുക്ക് പാല് പിയ്യാൻ പാകത്തിന് കേട്ടോ. പിന്നെ ഏത് കൈ കൊണ്ടാണ് തേങ്ങാപ്പാൽ പിയ്യണമെങ്കിൽ ആ കൈ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് 1-ാം പാലും 2-ാം പാലും മാക്സിമം കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യുക, പിഴിഞ്ഞിങ്ങോട്ട് എടുക്കുക. എന്നിട്ട് 2 പാല് നമുക്ക് വേറെ മാറ്റി ഇങ്ങോട്ട് വെക്കുക. അപ്പോൾ കാണാൻ നല്ല ചേലയിരിക്കും. നമ്മൾ കറി വെക്കാൻ വേണ്ടി വാങ്ങി വെച്ച മീനില്ലേ, നല്ലോണം കഴുകി നല്ല വൃത്തിയായിന്ന് മനസ്സിന് തൃപ്തി വരുന്നോളം കഴുകിയെടുക്കുക കേട്ടോ. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഇതൊക്കെ എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും ഓരോ വട്ടം കൂടി ഇത് കാണിച്ചു തരുന്നത്. ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത് കേട്ടോ. പിന്നെ നമ്മളെല്ലാവരെയും പഴമക്കാർ പറയണ മാതിരി മീൻകറി ഉണ്ടാക്കാൻ ബെസ്റ്റ് മൺചട്ടി തന്നെ. മൺചട്ടി അടുപ്പൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് ചൂടാണ് വരെ കാത്തു നിന്നിട്ട് എന്ത് ചെയ്യുക, ലേസ ഉലുവ, ഞാൻ ഈ കാണിക്കണ മാതിരി ലേസ ഉലുവ ഒക്കെ ചേർത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതെന്ത് ചെയ്യുക, ഒരു കയ്യിലോട്ട് ഇങ്ങനെ പതുക്കെ അതൊന്നിങ്ങനെ ആകണ വരെ ഇളക്കി കാത്തിരിക്കുക. നമുക്ക് ഇളക്കി ഉലുവ മൂത്തൂന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ മുറിച്ച് വെച്ച ഇഞ്ചി ചേർക്കുക. അത് കഴിഞ്ഞാൽ വെളുത്തുള്ളി ചേർക്കുക. എന്നിട്ട് ആ കയ്യിലെടുത്തിട്ട് പതുക്കെ ഇങ്ങനെ ഓളം തട്ടണ മാതിരി ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, ആ ചെറിയ ഉള്ളി ചേർക്കുക. അതും ഇങ്ങനെ ഇളക്കി കൈ ഇങ്ങനെ കഴിയുമ്പോൾ കുറച്ച് നേരം നിർത്തിക്കോളുണ്ട് കേട്ടോ. ഏറെക്കുറെ ആയിന്ന് എനിക്ക് തോന്നുന്നു. കളറൊക്കെ ഇങ്ങനെ മാറിക്കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാകുമല്ലോ. ഇളക്കണിന് യാതൊരു കുറവും വേണ്ട, ഇളക്കുന്തോറും ഗുണം കൂറുന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇളക്കി ഇങ്ങനെ ഇരുന്നോളി. അത് കഴിഞ്ഞാൽ പച്ചമുളക് മുറിച്ച് വെച്ചത് അതൊക്കെ ഇട്ടിട്ട് വീണ്ടും ഇളക്കുക. ഇളക്കണിന് യാതൊരു കുറവും വേണ്ട, ഇളക്കാൻ എല്ലാവർക്കും അറിയണമല്ലേ. ആ വെല്ലുള്ളി മുറിച്ച് വെച്ചില്ലേ അതും ചേർത്തിക്കോളി. എന്നിട്ട് ഇളക്കുക തന്നെ കേട്ടോ. തക്കാളി ചേർത്താൽ മറത്തരുതേ. വേഗം ഓർമ്മ വന്നപ്പോൾ ഞാൻ വേഗം തക്കാളി ഇട്ടത്. തക്കാളി അതേമാതിരി ഇളക്കുക തന്നെ. ഇളക്കുക എന്നുള്ളത് ഞാൻ ഇനി പറയണില്ല, പറഞ്ഞ് എനിക്ക് ഇടങ്ങാറായി തുടങ്ങി. ഞാൻ ഇളക്കണ മാത്രമേ ഉള്ളൂ, ക്ഷീണം വരിക. കറിവേപ്പില ഇട്ടോളിട്ടാ. ഇളക്കാന്ന് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു, പിന്നെ പറയാതിരിക്കാൻ പറ്റൂലല്ലോ. വീണ്ടും ഇളക്കുക തന്നെ. ലേശം മുളക് പൊടി ചേർത്തുക. ലേശം മഞ്ഞൾപ്പൊടി ചേർത്തുക. ലേശം മല്ലിപ്പൊടിയും ചേർത്ത് കേട്ടോ. അത് കഴിഞ്ഞിട്ടും വീണ്ടും ഇളക്കി ഇങ്ങനെ ഇരിക്കുക. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച 2-ാം പാലില്ലേ, അതിങ്ങനെ പതുക്കെ ഒഴിച്ചു കൊടുക്കുക. പുറത്തേക്ക് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ആകെ കുറച്ചുള്ളത്. അത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇടങ്ങാറല്ലേ. എന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, ഒന്ന് പതുക്കെ ഇളക്കി എല്ലായിടത്തേക്കും ആകാൻ പാകത്തിന് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഉപ്പ് ചേർത്തുണ്ട്. എനിക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ചേർത്തിക്കോളും, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളും ചേർത്തിക്കോളിയും. എന്നിട്ടും എന്ത് ചെയ്യുക, ഇളക്കൽ നിർത്താതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് ഇങ്ങനെ തളയൊക്കെ ഇങ്ങനെ നല്ല രേലുള്ള പോലെ തളയൊക്കെ വരും. ഞങ്ങൾ കുടംപുളി ചേർത്തിയിട്ടാണ് കറി വെക്കണത്. അപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ട് 4 കുടംപുളി ചേർത്തുക. എന്നിട്ടും വീണ്ടും എന്ത് ചെയ്യുക, പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് തള വന്നു കഴിഞ്ഞാൽ ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് കുറച്ച് നേരം കാത്തു നിന്നിട്ട് തുറന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കഴുകി വെച്ച മീനില്ലേ, പതുക്കെ ഓരോന്നായിട്ട് അതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുക.
നമ്മളെ അവസാനത്തെ കഷ്ണം ചേർത്ത് കഴിഞ്ഞാൽ പതുക്കെ നമ്മളെ കയ്യിലെടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ വീഡിയോയിൽ കാണുന്ന മാതിരി പതുക്കെ 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 കയ്യിലോട്ട് എന്ത് ചെയ്യുക, കറിയിൽ മൂടാൻ പാകത്തിനാക്കി വെക്കുക. നമ്മൾ കയ്യിലോണ്ട് ഒരുപാട് നേരം കുത്തി ഇളകി കഴിഞ്ഞാൽ അതൊക്കെ പൊടിഞ്ഞു പോകട്ടോ. അപ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഏറെക്കുറെ എല്ലാം കഴിഞ്ഞ് നമ്മളെ തളയൊക്കെ ഇങ്ങനെ വന്ന് മീനിൽ എരിയും പുളിയൊക്കെ പിടിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നേരത്തെ എടുത്ത് വെച്ചാൽ ഒന്നാം പാൽ ഇതേമാതിരിക്ക് ചേർത്തി കൊടുക്കുക. അതും കയ്യിലോണ്ട് പതിയെ ഇളക്കി എല്ലായിടത്തേക്കും ആകാൻ പാകത്തിന് ഇളക്കണം കേട്ടോ. ഒരുപാട് ഇളക്കി മറിക്കരുത്, അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ടും കുറച്ച് നേരം കാത്ത് ഇങ്ങനെ തളയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് കയ്യിലോട്ട് എന്ത് ചെയ്യുക, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കി കൊടുക്കുക. ഏറെക്കുറെ ഇപ്പോൾ നമ്മളെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റോളമായി. ഇപ്പം മീൻ ഏകദേശം വെന്ത് കഴിഞ്ഞു കേട്ടോ. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിൻ്റെ മേലെ കൂടി ലേശം കറിവേപ്പില വിതറി കൊടുക്കുക. കറിൻ്റെ മണം എനിക്ക് കിട്ടിയപ്പോൾ തന്നെ സംഭവം മനസ്സിലായി, ഉഷാറായിക്കണമെന്ന്. എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.